അസഹ്യപ്പെടുത്തുന്നതെന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. വൈ ഡു യു ട്രബിൾ ദ വുമൻ ആസ് ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ടു മീ? മത്തായി 26:10. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു കർത്താവിനെ മറിയ ബേഥാനിയയിൽ തൈലാഭിഷേകം ചെയ്ത സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദ റോൾ ഓഫ് വിമൻ ഇൻ റിസ്റ്റോറേഷൻ ഇൻ ദ ചർച്ച് ആൻഡ് സൊസൈറ്റി എന്നതാണ് സിരിജനസഖ്യ ഞായർ കൂടിയായ ഈ ദിവസത്തെ നമ്മുടെ ധ്യാന വിഷയം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലുടനീളം യേശു കർത്താവിനാൽ തങ്ങളുടെ ജീവിതങ്ങൾക്ക് വിലയും മാന്യതയും ലഭിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറിയയ്ക്ക് മാത്രമാണ് സൗരഭ്യമേറിയ ഒരു ആരാധന കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് സാധിച്ചത്. വിലമതിക്കാനാവാത്തത് ലഭിച്ചു എന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ വിലയേറിയത് നൽകുവാൻ സാധ്യമാകുന്നുള്ളൂ. മറിയയ്ക്ക് എങ്ങനെ ഇത് സാധിച്ചു? 3 തവണയാണ് നാം മറിയെ യേശു കർത്താവിൻ്റെ കാൽക്കൽ ദർശിക്കുന്നത്. ആദ്യം നാം മറിയയെ കാണുമ്പോൾ യേശു കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൾ വചനം പഠിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. യഹൂദ സമൂഹം സ്ത്രീക്ക് ഗുരുവിൻ്റെ കാൽക്കലിരുന്നുള്ള വചന പഠനം നിഷേധിച്ചിരിക്കുന്ന സംഗതിയാണ്. എന്നാൽ അതിന് അനുവദിച്ചു കൊടുക്കുന്ന കർത്താവിനെയും ആ അനുവാദത്തെ തക്കത്തിൽ വിനിയോഗിക്കുന്ന മറിയയെയും നാം അവിടെ കാണുന്നു. തൻ്റെ പ്രവൃത്തിയോട് നീരസപ്പെടുന്ന സഹോദരിക്ക് മുമ്പിൽ നിശബ്ദയാകുന്ന മറിയയ്ക്ക് വേണ്ടി കർത്താവ് അവിടെ സംസാരിക്കുന്നു. ജീവന്റെ വിലയേറിയ തിരുവചനത്തെ അവൾക്ക് ലഭ്യമാകുന്നതിന് അത് ഇടയാക്കി തീർത്തു എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത് നാം മറിയയെ കാണുന്നത് തൻ്റെ സഹോദരൻ്റെ വേർപാടിങ്കൽ നിലവിളിച്ചുകൊണ്ട് കാൽക്കൽ വീഴുന്ന മറിയയാണ്. തൻ്റെ സഹോദരൻ്റെ ജീവൻ അവൾക്ക് വിലയേറിയതായിരുന്നു. യേശു കർത്താവ് മനം നൊന്ത് കണ്ണുനീർ വാർക്കുന്നത് നിദ്ര കൊള്ളുന്ന ലാസറിനെ ഓർത്തല്ല, മറിച്ച് തന്നെ സ്നേഹിക്കുന്നവരുടെ വേദനയെങ്കിൽ അവരോട് മനസ്സലിവും സഹതാപവും തോന്നിയിട്ടും തന്നെയാണ്. മൂന്നാമതായി നാം മറിയയെ കാണുന്നത് വിലയേറിയ പരിമള തൈലം കൊണ്ട് കർത്താവിൻ്റെ കാലുകളെ അഭിഷേകം ചെയ്യുകയും തൻ്റെ തലമുടി കൊണ്ട് അത് തുവർത്തുകയും ചെയ്യുന്നതായിട്ടാണ്. ഒരു ദിവസത്തെ വേതനം 1 വെള്ളിക്കാശ് മാത്രമുള്ളപ്പോൾ 300-ലധികം വെള്ളിക്കാശ് വിലയേറിയ ഒരു തൈലത്തെ കൊണ്ട് കർത്താവിന് ആരാധന അർപ്പിക്കുവാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? തനിക്ക് ലഭിച്ച വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾക്ക് പകരമായിട്ടാണ് ഈ സമ്മാനം യേശുവിൻ്റെ കാൽക്കൽ അർപ്പിച്ച് അവൾ അവനെ ആരാധിക്കുന്നത്. ആ തൈലപാത്രം അപ്പോൾ പൊട്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ഇപ്രകാരം സൗരഭ്യമേറിയ ഒരു ശുശ്രൂഷ കൊണ്ട് തൻ്റെ കർത്താവിനെ മാനിക്കുവാൻ അവൾക്ക് സാധ്യമാകാതെ പോകുമായിരുന്നു. അവളുടെ പ്രവൃത്തികളെ വിമർശനത്തോടെ കാണുന്ന ചുറ്റുമുള്ളവർക്ക് മുമ്പിൽ അവൾ നിശബ്ദയാകുമ്പോൾ കർത്താവ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നു. യഥാർത്ഥ ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളോട് ഇപ്രകാരം പ്രതികരിക്കുന്നവർ ചുറ്റുമുണ്ടാകാം. എന്നാൽ അവരുടെ അംഗീകാരത്തിന് കാത്തുനിന്നാൽ ഒരുപക്ഷെ നമ്മുടെ അവസരങ്ങൾ നഷ്ടമായി പോയി എന്ന് വരാം. സുവിശേഷത്തോടൊപ്പം അവൾ ചെയ്ത പ്രവൃത്തിയും പ്രസിദ്ധമാകും എന്ന് കർത്താവ് അവിടെ പറയുന്നു. എന്നാൽ മത്തായി, മാർക്കോസ് സുവിശേഷകന്മാർ അവളുടെ പേര് പരാമർശിക്കുന്നതായി നാം കാണുന്നില്ല. ഇപ്രകാരം തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് സുവിശേഷത്തോടൊപ്പം പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന, അവരുടെ ജീവിതങ്ങളുടെ സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ധാരാളം സ്ത്രീകളെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശമരിക്കാരത്തി സ്ത്രീയും യവന സ്ത്രീയും പാപിനിയായ സ്ത്രീയും ദരിദ്രയായ വിധവയും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സൗരഭ്യം വമിക്കുന്ന തൈലക്കുപ്പികൾ നമുക്കും ലഭ്യമായിട്ടുണ്ട്. സഭയ്ക്കും സമൂഹത്തിനും സൗരഭ്യം പകരുന്ന അനേക പ്രവൃത്തികൾ ആ തൈലക്കുപ്പികളിൽ നിറഞ്ഞിരിക്കുന്നു. അൺലെസ് ദ ജാർ ഈസ് ബ്രോക്കൺ ദ ഫ്രേഗ്രൻസ് വുഡന്റ് ബി സ്പ്രെഡ്. ഈ നോമ്പുകാലത്തിൽ കർത്താവിനാൽ നമുക്ക് ലഭ്യമായ വിലമതിച്ചുകൂടാനാവാത്ത നന്മകളെ, അനുഗ്രഹങ്ങളെ ധ്യാനിക്കാം. അതിനു പകരമായി നമ്മുടെ കർത്താവിനായി സൗരഭ്യമേറിയ വാക്കുകളെ, പ്രവൃത്തികളെ സമൂഹത്തിന് നൽകുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള യേശുവേ, പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളെയും അവിടുത്തെ ശുശ്രൂഷയ്ക്കായി അവിടുന്ന് വിളിച്ച് നിയോഗിച്ച അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ സ്നേഹത്തിൻ്റെ സൗരഭ്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും മറ്റുള്ളവർക്ക് പ്രയോജനകരമാം വിധം കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.